വെൽക്കം സ്റ്റുഡൻസ്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് 3ാമത്തെ പാർട്ടാണ്. ആദ്യത്തെ 2 പാർട്ട് കാണാത്ത കുട്ടികൾക്കായി ഞാൻ താഴെ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് ഇമ്പാക്റ്റ് ഓഫ് ദ ബ്രിട്ടീഷ് പോളിസീസ്. ഫസ്റ്റ് ക്ലാസ്സിൽ ലാൻഡ് റവന്യൂ സിസ്റ്റംസ്, പെർമനൻറ്റ് ലാൻഡ് റവന്യൂ സിസ്റ്റം, റൈറ്റ് വാരി, മഹൽവാരി എന്നിവയൊക്കെയാണ് കണ്ടത്. അതിനുശേഷം കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ദി അഗ്രികൾച്ചർ, ഇൻഡിഗോ റിവോൾട്ട്, പിന്നീട് പെസൻറ്റ് റിവോൾട്ട്സ് ഇൻ കേരളമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. അതിൽ സ്ട്രഗിൾസ് ഫ്രോം ജംഗിൾസും കുറിച്യ റിവോൾട്ട് അത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഡിക്ലൈൻ ഓഫ് ദി ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്, അതായത് പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ച. ബ്രിട്ടീഷ് കാലഘട്ടത്തിലുണ്ടായ പരമ്പരാഗത വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചിട്ടാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ ഉള്ളത്. അപ്പോൾ ഫസ്റ്റ് അവിടെ ഒരു വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദ മിസറി ഹാർഡ്ലി ഫൈൻഡ്സ് എ പാരലൽ ഇൻ ദ ഹിസ്റ്ററി ഓഫ് കൊമേഴ്സ്. ദ ബോൺസ് ഓഫ് ദി കോട്ടൺ വീവേഴ്സ് ആർ ബ്ലീച്ചിങ് ദി പ്ലെയിൻസ് ഓഫ് ഇന്ത്യ. The extract given above is observation made by William Benedict, the Governor General of India, on the decline of the textile industry that was world famous once. അപ്പോൾ ഒരു കാലത്ത് പ്രശസ്തമായിരുന്ന ഒരു നിരീക്ഷണമാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ലോകമെങ്ങും പ്രശസ്തനായ ഒരു ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ തകർച്ച സംബന്ധിച്ച് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്ന വില്യം ബെൻഡിക്റ്റ് പ്രഭു നടത്തിയ ഒരു നിരീക്ഷണം. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. അതായത് പരുത്തി നെയ്ത്തുകാരുടെ അത്രയും ദുരിതപൂർണമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ അപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്രിട്ടീഷുകാർ അവരുടെ നയങ്ങൾ ഇന്ത്യൻ കാർഷിക രംഗത്ത് മാത്രമല്ല കരകൗശല വ്യവസായത്തെയും പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു. ഈ നാശത്തിൻ്റെ കാരണങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. എന്താണ് അതിൻ്റെ കാരണം? വി ക്യാൻ എക്സാമിൻ ദി കോസസ് ഓഫ് ദ ഡിക്ലൈൻ. ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് വാസ് ദി മെയിൻ റീസൺ ഫോർ ദി റൂയിൻ ഓഫ് ദ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ തകർച്ചയ്ക്കുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ലാർജ് സ്കെയിൽ ഇമ്പോർട്ട് ഓഫ് മെഷീൻ മെയ്ഡ് ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ആയിരുന്നു. അപ്പോൾ ബ്രിട്ടീഷ് ടെക്സ്റ്റൈൽസ് ധാരാളമായിട്ട് ഇറക്കുമതി ചെയ്തു. അതായത് യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇറക്കുമതി ചെയ്തതോടുകൂടി ഇന്ത്യയുടെ തുണി വ്യവസായത്തിൻ്റെ നാശം ആരംഭിച്ചു. പിന്നീട് എന്തൊക്കെയാണ് കാരണങ്ങൾ? ദ മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ കുഡ് ബി സോൾഡ് ഈസിലി ഫോർ ദേ വർ ചീപ്പ്. ഇത് പെട്ടെന്ന് വിൽക്കാൻ സാധിക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മെഷീൻ മെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് വില കുറവായിരുന്നു. ദ എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ ഓൾസോ was responsible for the decline of the Indian textile industry. അപ്പോൾ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തകർച്ചയ്ക്ക് മറ്റൊരു കാരണമെന്ന് പറയുന്നത് റെയിൽവേയുടെ വ്യാപനമാണ്. റെയിൽവേയുടെ വ്യാപകമായ വളർച്ച അതും നമ്മുടെ ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തകർച്ചയ്ക്ക് കാരണമായി. ഇറ്റ് ഹെൽപ് ദ ബ്രിട്ടീഷ് ടു ക്യാരി ദ ഇമ്പോർട്ടഡ് fabrics from port towns to the interior villages and the cotton collected from villages to the ports for the exporting to Britain. അപ്പോൾ ഇതെങ്ങനെയാണ് സഹായകമായത് റെയിൽവേ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെ തുറമുഖ നഗരങ്ങളിൽ എത്തുന്ന തുണിത്തരങ്ങളെല്ലാം വിദൂര ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുവാനും ഗ്രാമങ്ങളിൽ നിർമ്മിച്ചിരുന്ന പരുത്തി ശേഖരിച്ച്, അതായത് അസംസ്കൃത വസ്തുവായ പരുത്തി ശേഖരിച്ചും തുറമുഖങ്ങളിൽ ബ്രിട്ടനിലെത്തിക്കുവാനും റെയിൽവേയുടെ വ്യാപനം ബ്രിട്ടീഷുകാരെ കൂടുതൽ സഹായിച്ചു. ഇതോടെ ഗ്രാമങ്ങളിലെ വിപണിയും ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി തുടങ്ങി. അതും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തകർച്ചയ്ക്ക് മറ്റൊരു കാരണമാണ്. Due to the higher tax levied, the price of the Indian textiles exported to the Britain increased, so it lost the British market too. അതായത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണവും പിന്നീട് എന്താണ് ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്തിരുന്ന ഇന്ത്യൻ തുണിത്തരങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ചുമത്തിയ നികുതിയും ഒക്കെ കാരണം അവയുടെ വില വർദ്ധിച്ചു. അതോടെ ബ്രിട്ടീഷ് വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി തുടങ്ങി. അതോടുകൂടി ബ്രിട്ടീഷിൻ്റെ വിപണി ഇന്ത്യൻ തുണിത്തരങ്ങൾക്ക് നഷ്ടമായി, ടാക്സൊക്കെ കൂടിയപ്പോഴത്തേക്കിനും. സോ ഇറ്റ് ലോസ്റ്റ് ദ ബ്രിട്ടീഷ് മാർക്കറ്റ് ടു.
The British officers forced the weavers to work at meager wages and to exchange the product to them at cheaper rate. മറ്റൊരു കാരണമെന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ചൂഷണം പീഡനവും കാരണം ധാരാളം തൊഴിലാളികൾ നെയ്ത്ത് ജോലി ഉപേക്ഷിച്ച് അവർ പോയി. കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ കൈമാറാനും കുറഞ്ഞ വിലയ്ക്ക് ജോലി ചെയ്യാനും അവർ തൊഴിലാളികളെ നിർബന്ധിച്ചു. ഇത് കാരണം പലരും മറ്റ് ജോലികൾ തേടി പോവുകയുണ്ടായി. Weavers gave up their work massively due to the exploitation and torture of the British officers, so they searched for other jobs. അപ്പം ഇതൊക്കെയാണ് കാരണങ്ങളെന്ന് പറയുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഒരു കോളം കൊടുത്തിട്ടുണ്ട്. അനലൈസ് ദ റീസൺ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ദി ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് കംപ്ലീറ്റ് ദി ഡയഗ്രാം. എന്നിട്ട് അവിടെ ഒരു റീസൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, എക്സ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽസ്. ബാക്കി നമ്മൾ എഴുതണം. ബാക്കി എന്താണ്? മീഗർ വേജസ് എഴുതാം അല്ലേ, ഹൈ ടാക്സ് എഴുതാം. പിന്നീട് മെഷീൻ മെയ്ഡ് ടെക്സ്റ്റൈൽസ് ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ. ദെൻ എക്സ്പാൻഷൻ ഓഫ് റെയിൽവേ, അതായത് റെയിൽവേയുടെ വ്യാപനം എഴുതാം. പിന്നീട് എന്താണ്, മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റൈലുകൾ ഇമ്പോർട്ട് ചെയ്തത് മറ്റൊരു കാരണമായിട്ട് എഴുതാം. പിന്നീട് ഉയർന്ന നികുതി, പിന്നെ കുറഞ്ഞ വേതനം, ഇതൊക്കെ നമുക്ക് കാരണമായിട്ട് എഴുതാം. The immediate reflection of the decline of the textile industry was found in urban areas. അപ്പോൾ തുണി വ്യവസായത്തിൻ്റെ തകർച്ചയുടെ ആദ്യത്തെ പ്രതിഫലനം കണ്ടത് നഗരങ്ങളിലായിരുന്നു. എവിടേക്കാണ്? The textile centers like Murshidabad and Dhaka that were thickly populated once become the least inhabited. എങ്ങനെയാണ് പ്രകടമായതെന്ന് ചോദിക്കുകയാണെങ്കിൽ, മുർഷിദാബാദ്, ധാക്ക പോലുള്ള തുണിത്തര നിർമ്മാണ കേന്ദ്രങ്ങൾ ജനവാസം ഇല്ലാതാവുകയും ആ ജോലിയിൽ ഏർപ്പെട്ടവർ ഗ്രാമങ്ങളിലെത്തി അവർ കൃഷിപ്പണിക്ക് പോവുകയും ചെയ്തു. The people who had been working in textile industries migrated to villages and engaged in the agricultural related works. As a result, the number of the people who engaged in agriculture to learn living increased. അങ്ങനെ വന്നപ്പോഴത്തേക്കിനും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ് ഉണ്ടായത്. It fragmented the agricultural fields and the production to be felt to be stagnant. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കിനും കൃഷിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരുടെ എണ്ണം കൂടിയപ്പോഴത്തേക്കിനും കൃഷിഭൂമി ചെറിയ ചെറിയ തുണ്ട് കഷ്ണങ്ങളായിട്ട് മാറി. ഓരോരുത്തർക്കും ഭൂമി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തുണ്ട് കഷ്ണങ്ങളായിട്ട് മാറി. പിന്നീട് ഉൽപ്പാദന മുരടിപ്പായിരുന്നു ഇതിൻ്റെ പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റിയ ഫലമെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്, ഇറ്റ് ഫ്രാഗ്മെൻറ്റഡ് ദി അഗ്രികൾച്ചർ ഫീൽഡ്സ്, ദി സ്റ്റേറ്റ് ആൻഡ് ദി പ്രൊഡക്ഷൻ ഫെൽ ടു ബി സ്റ്റാഗ്നൻറ്റ്. The state of the handcrafts in the villages was not different. അപ്പോൾ കരകൗശല പണിക്കാരുടെയും അവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല, അവരും ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഗ്രാമീണ വ്യവസായങ്ങൾ തകർച്ചയുടെ കാരണമെന്ന് പറഞ്ഞ് 2 ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ദി വില്ലേജ് ഇൻഡസ്ട്രീസ് ആൻഡ് ദി കോസസ് ഓഫ് ഡിക്ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അപ്പോൾ പോട്ടറിയുടെ കോസ് ഓഫ് ഡിക്ലൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് ഓഫ് അലൂമിനിയം വെസൽസ് ആണ്. അതായത് മൺപാത്ര നിർമ്മാണത്തിൻ്റെ തകർച്ചയുടെ കാരണം അലൂമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയായിരുന്നു. പിന്നീട് ടാനിങ് എന്ന് വെച്ചാൽ തുകൽപ്പണിയാണ്. എക്സ്പോർട്ട് ഓഫ് റോ ലെതർ ടു യൂറോപ്പ്, അതിൻ്റെ തകർച്ചയ്ക്കുള്ള കാരണം അസംസ്കൃതമായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ്. അടുത്തത് കാർപ്പൻട്രി, അതിൻ്റെ കാരണം തകർച്ചയുടെ കാരണം യൂസ് ഓഫ് മെഷീൻസ് മെയ്ഡ് ഓഫ് മെറ്റൽസ്, അതായത് ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗമാണ് മരപ്പണിയുടെ തകർച്ചയ്ക്ക് കാരണം. പിന്നീട് അടുത്ത പാരഗ്രാഫ് നോക്കാം. The ruins of the agriculture sector and handicraft industry led to famine and the deaths due to starvation. Lakhs of people died of famine. അപ്പോൾ ഫാമിൻ എന്ന് വെച്ചാൽ എന്താണ്? പട്ടിണിയാണ്. അതായത് കാർഷിക മേഖലയുടെയും കരകൗശല വ്യവസായത്തിൻ്റെയും 2 മേഖലയും തകർന്നു പോയി. ആ തകർച്ച ക്ഷാമത്തിലേക്കും പിന്നീട് പട്ടിണിയിലേക്കും ആണ് ഇന്ത്യയെ തള്ളിവിട്ടത്. ലക്ഷക്കണക്കിന് ആളുകൾ ഈ ക്ഷാമം കാരണം മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ തകർച്ച മൂലം ഇന്ത്യയിൽ സംഭവിച്ച പ്രത്യാഘാതങ്ങളെന്ന് പറയുന്നത്. പിന്നീട് അടുത്ത
ടോപ്പിക്കിലേക്ക് പോകാം. ദ അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് ആൻഡ് ദി പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ്. ദ അഡ്വെൻറ്റ് ഓഫ് മോഡേൺ ഇൻഡസ്ട്രീസ് എന്ന് വെച്ചാൽ ആധുനിക വ്യവസായങ്ങളുടെ ആരംഭം. അഡ്വെൻറ്റ് എന്ന് വെച്ചാൽ ആരംഭമാണ്. തൊഴിലാളികളുടെ അവസ്ഥ. പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ് എന്ന് വെച്ചാൽ തൊഴിലാളികളുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. The British industrialists started modern industries in India in the 19th century. അല്ലേ, നമുക്കറിയാം, നേരത്തെ അറിയാം. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിച്ചത്. ബട്ട് ദെയർ നമ്പർ വാസ് ലിമിറ്റഡ്. പക്ഷെ അവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. ദ പ്ലാന്റേഷൻ ഇൻഡസ്ട്രി വാസ് ദ ഫസ്റ്റ് എമംഗ് ദം. അപ്പോൾ ആദ്യത്തെ അവരുടെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തോട്ട വ്യവസായമായിരുന്നു അവരാദ്യം സ്ഥാപിച്ചത്. അതിനുശേഷമാണ് തുണി, ചണം, ഇരുമ്പുരുക്ക്, പേപ്പർ തുടങ്ങിയ വ്യവസായങ്ങൾ അവർ ആരംഭിച്ചത്. ലേറ്റർ ഇൻഡസ്ട്രീസ് ലൈക്ക് ടെക്സ്റ്റൈൽ, ജൂട്ട്, സ്റ്റീൽ ആൻഡ് പേപ്പർ വർ എസ്റ്റാബ്ലിഷ്ഡ്. ദ ലേബറേഴ്സ് ഇൻ ദീസ് ഇൻഡസ്ട്രീസ് വെർ എക്സ്പ്ലോയിറ്റഡ്. അപ്പോൾ ഇവിടുത്തെ തൊഴിലാളികളെല്ലാം അവർ ചൂഷണം ചെയ്തു. ദെയർ കണ്ടീഷൻ വാസ് എക്സ്ട്രീംലി പത്തറ്റിക്. അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമായിരുന്നു. പത്തറ്റിക് എന്ന് വെച്ചാൽ ശോചനീയം എന്നാണ് അർത്ഥം വരുന്നത്. ദ ഫോളോയിങ് വർ ദ മേജർ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദം. അപ്പോൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെ ആയിരുന്നു കേട്ടോ, അത് നിങ്ങൾ പഠിക്കണം. വാട്ട് വാസ് ദ പ്ലൈറ്റ് ഓഫ് ദി വർക്കേഴ്സ് ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് പീരീഡ് ഇൻ 19th century. പ്രൊളോങ്ഡ് വർക്കിംഗ് അവേഴ്സ് എന്ന് വെച്ചാൽ എന്താ, മണിക്കൂറുകളോളം അവർക്ക് ജോലി ചെയ്യേണ്ടി വന്നു. ദെൻ മീഗർ വേജസ്, കുറഞ്ഞ കൂലി. അൺഹെൽത്തി അക്കമഡേഷൻ, അതായത് അനാരോഗ്യകരമായിട്ടുള്ള താമസ സൗകര്യങ്ങളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് ബ്രിട്ടീഷ് ലൈഫ് ഓഫ് ദി വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. The Indian working class who does not have enough food to sustain and who led a beastly life in a totally unhygienic surroundings is someone who is exploited to the maximum in the industrial capital world. അതായത് ജർഗൻ കുസിയാസ്കി, അതായത് ജർഗൻ ഒരു ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരൻ എഴുതിയ വാക്കുകളാണ്. അതായത് വയറ് നിറയെ ആഹാരമില്ലാതെ, വെളിച്ചമോ ശുദ്ധവായുമോ വെള്ളമോ ഇല്ലാതെ ചെറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്തത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എത്രമാത്രം കഷ്ടത അവർ അനുഭവിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഹു ഡിഡ് എ ബീസ്റ്റ്ലി ലൈഫ് ഇൻ എ ടോട്ടലി അൺഹൈജീനിക് സിറ്റുവേഷൻസ് സറൗണ്ടിങ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മൃഗതുല്യമായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളികൾ. അപ്പോൾ നമ്മൾ കാരണങ്ങൾ പറഞ്ഞു, എന്തൊക്കെയാണ് അവരുടെ കാരണങ്ങളല്ല, പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു വർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ. പ്രൊളോങ്ഡ് വർക്കിംഗ് അവേഴ്സ്, മീഗർ വേജസ്, അൺഹെൽത്തി അക്കോമഡേഷൻ. ദർ വാസ് നോ ട്രേഡ് യൂണിയൻ ഇൻ ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം. ഇന്നത്തെ കാലത്ത് തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താണ്, സംഘടിത യൂണിയനൊക്കെ വരും അവരുടെ പ്രശ്നത്തിൽ ഇടപെടാനല്ലേ. പക്ഷെ അക്കാലത്ത് ഇന്ത്യയിൽ സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. However, the workers agitated whenever they suffered extreme exploitation. എന്നിരുന്നാലും അവർക്ക് ചൂഷണം സഹിക്കാൻ കഴിയാത്ത അവസരങ്ങളിലൊക്കെ അവർ പ്രക്ഷോഭങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നടത്തിയിരുന്നു. ഗ്രേറ്റ് ബോംബെ ടെക്സ്റ്റൈൽ സ്ട്രൈക്ക് ആൻഡ് കൽക്കട്ട ജൂട്ട് മിൽ സ്ട്രൈക്ക് ആർ ദ എക്സാമ്പിൾ ഓഫ് സച്ച് അജിറ്റേഷൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള ലഹളകൾക്ക് ഉദാഹരണം എന്ന് പറയുന്നത് ബോംബെയിലെ തുണിമിൽ തൊഴിലാളികളുടെയും കൽക്കത്തയിലെ ചണമിൽ തൊഴിലാളികളുടെയും സമരങ്ങളാണ്. We have discussed the suffering of the different sections of the people and their agitations against the British rule as a result of the economic exploitation of the British. These agitations were limited to the respective regions and were not well organized. അതായത് ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വന്ന വിവിധ ജനവിഭാഗങ്ങളും അവർ നടത്തിയ പ്രക്ഷോഭങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വന്നത്. ഈ പ്രക്ഷോഭങ്ങളൊന്നും അതത് പ്രദേശങ്ങൾക്കപ്പുറത്തേക്ക് അക്കാലത്ത് വളർന്നിരുന്നില്ല. പ്രാദേശികമായിട്ട് മാത്രം ഒതുങ്ങിക്കൂടിയ ചില പ്രക്ഷോഭങ്ങൾ മാത്രമായിരുന്നു അന്ന് നടന്നതൊക്കെ. കൂടാതെ ഇവയ്ക്ക് ഒരു സംഘടിത സ്വഭാവവും ഉണ്ടായിരുന്നില്ല. അവയൊന്നും സംഘടിച്ചിട്ടുള്ള ഒരു സമരം ആയിരുന്നില്ല. But in the second half of the 19th century, different sections of the oppressed people mobilized against the British and lodged ഓർഗനൈസ്ഡ് ആജിറ്റേഷൻസ്. പക്ഷേ
എന്താണ് സംഭവിച്ചത്? 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ ചൂഷിതരായ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി സംഘടിത കലാപത്തിന് അവർ തുടക്കം കുറിച്ചു. അതൊരു വലിയ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊരു വർക്ക് തന്നിട്ടുണ്ട് ഇവിടെ. പ്രിപ്പയർ ആൻ ആർട്ടിക്കിൾ ഓൺ ദി പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഡിഫറെൻറ്റ് സെക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഡ്യൂ ടു ദി ബ്രിട്ടീഷ് പോളിസീസ് ഇൻ ഇന്ത്യ. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. അതായത് ബ്രിട്ടീഷ് നയങ്ങൾ കാരണം വിവിധ ജനവിഭാഗങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ എന്ന വിഷയത്തിൽ ഒരു ചെറിയ ലേഖനം നിങ്ങൾ തനിയെ തയ്യാറാക്കേണ്ടതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു സമരമാണത്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് 1857. Dawn of 11 May 1857. People of Delhi woke up in a tumult. നോക്കുക, 1857 മെയ് 11 ഒരു പുലർക്കാലം. Thousands of armed rioters were reaching Delhi from Meerut crossing the river Yamuna. The rioters included sepoys, means Indian soldiers, and common people. In the previous night, they had assassinated some British officers and set fire to the officers. They declared the Mughal Emperor of Bahadur Shah II as the Emperor of India. Soon the riot spread to other parts of North India. നോക്കുക, അതായത് വലിയൊരു ആരവം കേട്ടാണ് അന്ന് ഡൽഹിയിലെ ജനങ്ങൾ ഉണർന്നത്. മീററ്റിൽ നിന്നും യമുന നദി കടന്ന് ആയുധങ്ങളുമായി ആയിരക്കണക്കിന് കലാപകാരികൾ ഡൽഹിയിൽ എത്തുകയാണ്. അവരിൽ ശിപ്പായികൾ എന്നറിയപ്പെടുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരും സാധാരണക്കാരും ഉണ്ടായിരുന്നു. തലേന്ന് രാത്രി മീററ്റിൽ അവർ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ വധിക്കുകയും ബ്രിട്ടീഷ് സ്ഥാപനങ്ങളിൽ തീയിടുകയും ചെയ്തു. ഡൽഹിയിലെത്തിയ കലാപകാരികൾ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ കലാപം ഉത്തരേന്ത്യയിലെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എന്നാണ് അവിടെ പറയുന്നത്. അപ്പം നമുക്ക് സമരത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. ദ അബൌട്ട് ഡിസ്ക്രിപ്ഷൻ ഈസ് അബൌട്ട് ദി റിവോൾട്ട് ഓഫ് 1857. അപ്പം മേൾ പറഞ്ഞ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 1857 കലാപത്തെ വിവരിക്കുന്നതാണ്. ഹിസ്റ്റോറിയൻസ് ടേംഡ് ദ റിവോൾട്ട് ആസ് ഇന്ത്യാസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ചരിത്രകാരന്മാർ ഈ സമരത്തെ വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 കലാപത്തിൻ്റെ വിവരണം. മീററ്റിലെ ശിപ്പായിമാരായിരുന്നു ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് കേട്ടോ. മീററ്റിലെ ശിപ്പായിമാർ. വാട്ട് ലെഡ് ദം ടു ദി റയോട്ട്. അപ്പോൾ അവരെ ഈ റയോട്ടിലേക്ക് നയിച്ച കാരണം എന്തായിരിക്കാം? Poor salary and abuse by the British officers were the major reasons for the resentment. അപ്പോൾ ഈ കലാപത്തിലേക്ക് അവരെ നയിച്ചതെന്ന് പറയുന്നത് തുച്ഛമായ ശമ്പളവും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് നേരിട്ട അവഹേളനവുമായിരുന്നു. ശിപ്പായിമാർ ഈ സമരം ചെയ്യുവാനായിട്ട് അവർ തയ്യാറായത്. പിന്നെ മറ്റൊരു കാരണം, ദ റൂമർ ദാറ്റ് ദ കാർട്രിഡ്ജ് ഇൻ ദ ന്യൂലി സപ്ലൈഡ് എൻഫീൽഡ് റൈഫിൾസ് വർ ഗ്രീസ്ഡ് വിത്ത് ദ ഫാറ്റ്സ് ഓഫ് കൗസ് ആൻഡ് പിഗ്സ് പ്രൊവോക്ഡ് ദം. പിന്നീട് മറ്റൊരു കാരണമെന്ന് പറയുന്നത്, അതായത് സൈനികർക്ക് പുതുതായിട്ട് നൽകിയിരുന്ന എൻഫീൽഡ് തോക്കുകൾ, ആ തോക്കുകളിൽ ഉപയോഗിച്ചിരുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പാണ് ഉപയോഗിക്കുന്നതെന്ന പ്രചാരണം അവരെ പ്രകോപിപ്പിച്ചു. അതവർക്ക് സഹിക്കാനാവുന്നതിലും അപ്പുറമായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിട്ടുള്ള സൈനികരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു അത്. കാരണം നമുക്കറിയാം അല്ലേ, ഹിന്ദുക്കൾക്ക് പശു എന്ന് പറയുന്നത്, പശുവിൻ്റെ നെയ്യ് എന്നൊക്കെ പറയുന്നത് അല്ലേ, അത് പുണ്യവസ്തുവാണ് പശു എന്ന് പറയുന്നത്. പിന്നീട് മുസ്ലിംസിനാണെങ്കിൽ പന്നിയുടെ നെയ്യ് എന്ന് പറയുന്നത് അത് ഹറാമാണ്. അപ്പം അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന കാര്യമായിരുന്നു ഇത്. അപ്പോൾ പുതിയ തിരകൾ ഉപയോഗിക്കാൻ വിസമ്മതിച്ച ശിപ്പായിയെ ബ്രിട്ടീഷ് മേധാവികൾ ശിക്ഷിക്കാൻ തുടങ്ങി.
the soldiers. It wounded the religious sentiments of the Hindus and the Muslim soldiers. The soldiers were unwilling to use a new cartridge and was punished by the officers. അപ്പം മതപരമായിട്ട് അവർക്ക് അവരുടെ വിശ്വാസത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ രണ്ട് കൂട്ടരും തയ്യാറായില്ല. അപ്പം അവരെ ശിക്ഷിക്കുകയുണ്ടായി. In Barakpur, in Bengal, Mangal Pandey, an Indian soldier, shot a British officer who forced him to use the new cartridge. He was arrested and hanged to death. അതായത് ബംഗാളിലെ ബാരക്പൂരിൽ മംഗൾ പാണ്ഡെ എന്ന ഒരു സൈനികൻ, അദ്ദേഹം ഈ പുതിയ തിര ഉപയോഗിക്കാൻ നിർബന്ധിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന് നേരെ വെടിവെച്ചു. തുടർന്ന് അറസ്റ്റിലായ മംഗൾ പാണ്ഡെയെ വിചാരണ ചെയ്ത് അവർ തൂക്കിക്കൊല്ലുകയും ചെയ്തു. ചിത്രം കൊടുത്തിട്ടുണ്ട് അവിടെ. ആ ചിത്രം നിങ്ങൾ നോക്കി ഒന്ന് ഹൃദയസ്ഥമാക്കണം. മറ്റൊന്നുമല്ല, ക്വിസ് കോമ്പറ്റീഷനൊക്കെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ ചിത്രങ്ങളൊക്കെ കാണിച്ചു തന്നിരിക്കും. ഇത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പം നമുക്കത് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കി വെക്കുക. People from all the walks of the life, including kings, farmers, craftsmen, etc., took part in the rebellion. അപ്പോൾ പിന്നീട് സംഭവിച്ചത് രാജാക്കന്മാർ, കർഷകർ, കരകൗശല തൊഴിലാളികൾ എന്നിങ്ങനെ ഇന്ത്യൻ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾ കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷ് ഭരണം രാജാക്കന്മാരെയും പ്രതികൂലമായിട്ട് ബാധിച്ചിരുന്നു. അതുകൊണ്ട് അവരും ഈ സമരത്തിൽ പങ്കുചേർന്നു. The British rule had adversely affected the kings too. In addition to the doctrine of lapse, the princely states were convicted of inefficient rule and were annexed by the ബ്രിട്ടീഷ്. ഇപ്പോൾ രാജാക്കന്മാർക്കും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ദത്തവകാശ നിരോധന നിയമം, ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് വെച്ചാൽ, അതായത് ഒരു രാജാവിന് മക്കളില്ലെങ്കിൽ എന്താണ്, ദത്തെടുത്തൊരു പുത്രനെയോ പുത്രിയോ അധികാരത്തിലെത്താൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു നിയമം കൊണ്ടുവന്നു. അപ്പോൾ ദത്തവകാശ നിരോധന നിയമത്തിന് പുറമെ പിന്നീട് ദുർഭരണ കുറ്റം ആരോപിച്ചും ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കിയിരുന്നു. അതൊക്കെ കൊണ്ടിട്ട് രാജാക്കന്മാർക്കും ബ്രിട്ടീഷുകാരോട് ദേഷ്യം ഉണ്ടായിരുന്നു. ഇന്നെഫിഷ്യൻ്റ് റൂളാണ് അവർ നടത്തിയതെന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കുമായിരുന്നു. ഇത് രാജാക്കന്മാരുടെ കലാപം നയിക്കാൻ, രാജാക്കന്മാർക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ കലാപം നയിക്കുവാൻ അവർക്കൊരു പ്രേരണയായി. അപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളും സമരത്തിലേക്ക് വരികയാണ്. Along with the kings, the sepoys, common people also took part in the revolt. അപ്പം രാജാക്കന്മാർക്ക് ഒപ്പം പിന്നെ ആരൊക്കെയാണ്? ശിപ്പായിമാരും സാധാരണക്കാരും കലാപത്തിൽ പങ്കാളികളായി. ബ്രിട്ടീഷുകാരെയും കൊള്ളപ്പലിശക്കാരെയും ആക്രമിച്ച് പണമിടപാട് രേഖകളും കണക്ക് പുസ്തകങ്ങളും അവർ പിടിച്ചെടുത്തിട്ട് തീയിടുകയുണ്ടായി. They attacked the British and money lenders and set fire to their account books, deeds and documents of transactions. The salient feature of this rebellion was the active participation of the common people like the farmers and craftsmen. അപ്പം ഈ സമരത്തിൻ്റെയൊക്കെ, ഈ കലാപത്തിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഇതിൽ സാധാരണ കർഷകരും കരകൗശല തൊഴിലാളികളുമൊക്കെ പങ്കെടുത്തിരുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. Out of 1.5 lakhs of the people who were killed in the riots at Awadh, a princely state, 1 lakh were the common people. അപ്പോൾ അവധ് എന്ന നാട്ടുരാജ്യത്തിൽ കലാപമുണ്ടായപ്പോൾ ആ കലാപത്തിൽ കൊല്ലപ്പെട്ട 1.5 ലക്ഷം പേരിൽ 1 ലക്ഷത്തോളം പേര് സാധാരണ ജനങ്ങളായിരുന്നു. നെക്സ്റ്റ് പാരഗ്രാഫ്. The real strength of the rebellion was the Hindu-Muslim unity. അപ്പം ആ കലാപത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. അവരൊരുമിച്ച് നിന്നു. അവരുടെ പൊതുശത്രുമായ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്നവർക്ക് മനസ്സിലായി. അവരൊരുമിച്ച് നിന്നു. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, എ സ്പിരിറ്റ് ഓഫ് കോഓപ്പറേഷൻ എക്സിസ്റ്റഡ് അമംഗ് ദ സോൾജിയേഴ്സ്, കോമൺ പീപ്പിൾ ആൻഡ് ദി ലീഡേഴ്സ്. പിന്നീട് എന്താണ്, അവർ മാത്രമല്ല സൈനികരുടെയും ജനങ്ങളുടെയും അവരുടെ പിന്നെ നേതാക്കളും ഒക്കെ ഇടയിൽ പരിപൂർണമായിട്ടുള്ളൊരു സഹകരണം അവിടെ ഉണ്ടായി. ഡൽഹി പിടിച്ചെടുത്ത കലാപകാരികൾ ബഹദൂർ ഷാ രണ്ടാമനെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. അപ്പോൾ ഈ കലാപകാരികളെല്ലാം കൂടി എന്ത് ചെയ്തു? The writers captured Delhi and declared ബഹദൂർ ഷാ സെക്കൻഡ് ആസ് ദി എംപറർ ഓഫ് ഇന്ത്യ. അദ്ദേഹത്തെ ഇന്ത്യയുടെ എംപററാണ് പ്രഖ്യാപിച്ചു. The table below shows the major centers of the revolt and the
ലീഡേഴ്സ്. അപ്പോൾ താഴെ ഒരു പട്ടിക കൊടുത്തിരിക്കുന്നുണ്ട്. ആ പട്ടിക നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കലാപം നടന്ന സ്ഥലങ്ങളും നേതാക്കന്മാരെയും മനസ്സിലാക്കാം. ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ് രണ്ടാമൻ, ഝാൻസി റാണി ലക്ഷ്മിബായി, ലക്നൗ ബീഗം ഹസ്രത്ത് മഹൽ, പിന്നീട് കാൺപൂർ നാനാ സാഹിബ് താദ്യ തോപ്പി, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ഈ നാനാ സാഹിബിൻ്റെ ചിത്രം അവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് നോക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ക്വിസിനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും. കൂടാതെ ഈ കലാപ സ്ഥലവും നേതാക്കന്മാരുടെ പേരും നിങ്ങൾ കാണാതെ പഠിക്കണം, നോട്ട്ബുക്കിൽ വരച്ച് ഇടണം. പിന്നീട് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. The writers who could not overcome the superior military power of the British and the rebellion was completely suppressed. Though the revolt could not succeed completely, it was marked as the foremost massive resistance of the British Indians against the British. It brought about several changes in the policies and administration of the ബ്രിട്ടീഷ്. അതായത് ബ്രിട്ടീഷുകാരുടെ ശക്തമായ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കൂടുതൽ കഴിഞ്ഞില്ല. കലാപത്തെ ബ്രിട്ടീഷുകാർ പൂർണ്ണമായിട്ടും അവരടിച്ചമർത്തി. പരാജയപ്പെട്ടുവെങ്കിലും ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും വിമുക്തരാകാനുള്ള ഇന്ത്യൻ ജനങ്ങളുടെ ആദ്യത്തെ മഹത്തായ സമരമായി ഈ 1857 കലാപം മാറി. 1857 കലാപം ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിലും നയത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. It brought about several changes in the policies and administration of the British. The British Parliament took over India from the British East India Company. അപ്പോൾ എന്താണ് അതിൻ്റെ ഫലമായിട്ടൊക്കെ എന്ത് സംഭവിച്ചത്? ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഏറ്റെടുത്തു. പിന്നീടോ, however, the economic exploitation of the British reached its extreme level in the post-1857 phase. അതായത് ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷം ആയിരുന്നു കേട്ടോ. ഇതൊക്കെ അത്രയൊക്കെ സംഭവിച്ചെങ്കിലും ബ്രിട്ടീഷ് സാമ്പത്തിക ചൂഷണത്തിൻ്റെ ഏറ്റവും തീവ്രമായ ഘട്ടം 1857 ശേഷമായിരുന്നു. അതുവരെ നടന്നതിലും കൂടുതൽ നടന്നു. അക്കാലത്തെ പട്ടിണി മരണങ്ങളൊക്കെ ധാരാളം സംഭവിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ഇൻ ദി സ്റ്റാർവേഷൻ ഡെത്ത്സ് അറ്റ് ദാറ്റ് ടൈം. നിങ്ങൾ ചിത്രത്തിൽ നോക്കുക. പിക്ചർ ഓഫ് ദി ഫാമിൻ വിക്ടിംസ് ഇൻ ബംഗാളിലെ കർഷകർ പട്ടിണി കടന്ന് മരിച്ച ആൾക്കാരുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഈ ചൂഷണം കൂടുതലായിരുന്നെന്ന് മനസ്സിലാകുന്നത് ഈ പട്ടിണി മരണങ്ങളിലൂടെയൊക്കെ ആയിരുന്നു. In the second half of the 19th century, around 2 crore of the people spread over 24 great famines. 2 crores of the people died spread over 24 great famines. അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിലുണ്ടായ 24 വൻ ക്ഷാമങ്ങളിൽ 2 കോടിയോളം ജനങ്ങളാണ് മരിച്ചുപോയത്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഇനി ലാസ്റ്റ് ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്, കുറച്ചും കൂടിയേ ഉള്ളൂ. അതിൽ ചൂഷണം തിരിച്ചറിയുന്നു എന്ന ഭാഗവും പിന്നീട് അതിൽ തന്നെ ഒരു 3-4 ആൻസർ കാണാതെ പഠിക്കാനുണ്ട് നിങ്ങൾക്ക്. സ്വദേശി പ്രസ്ഥാനവും പുതിയതരം ചെറുത്തുനിൽപ്പുകളുമാണ്. അതിന് കുറച്ച് നേരത്തെ ക്ലാസ്സേ ഉള്ളൂ. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.